തൃശൂർ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലെ ക്യാൻറ്റീനിൽ ഒരു തീപിടുത്തമുണ്ടായ വാർത്തയാണ്. അടച്ചിട്ടിരുന്ന ക്യാൻറ്റീൻ്റെ മുകൾ ഭാഗത്തു നിന്നും തീ താഴോട്ട് പടരുകയായിരുന്നു. അടുക്കളയിലെ ഗ്യാസ് സിലിണ്ടർ തൽക്കാലം ഓഫായിരുന്നു എന്നുള്ളതുകൊണ്ടും അവിടെ ആ ഗ്യാസ് സിലിണ്ടറിൻ്റെ ഭാഗത്തേക്ക് തീ പടരാതിരുന്നു എന്നുള്ളതുകൊണ്ടും വലിയൊരു അപകടം ഒഴിവായി. 1.5 വർഷം മുൻപാണ് ക്യാൻറ്റീനിൽ നവീകരണം നടത്തി തുറന്ന് പ്രവർത്തിക്കാൻ ആരംഭിച്ചത്. ജെയ്സൺ ചമോളപ്പിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജെയ്സൺ, ഗുഡ് മോർണിംഗ് ജെയ്സൺ. ഒരിക്കൽ കൂടി ജെയ്സൺ, ഈ ആശുപത്രിയിലെ ഈ ക്യാൻറ്റീൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ക്യാൻറ്റീൻ ആണ് അല്ലേ? അത് രാത്രി അടച്ചിട്ടിരുന്ന സമയത്താണ് ഈ തീപിടുത്തം ഉണ്ടായത്. എന്തായാലും ഗ്യാസ് സിലിണ്ടറുകളിലേക്ക് തീ പടരാതിരുന്നത് കൊണ്ട് വലിയൊരു ദുരന്തം ഒഴിവായി അല്ലേ ജെയ്സൺ? വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഇന്നലെ രാത്രി ഏറെ വൈകിയും ഇന്നുമൊക്കെ ആയിട്ട് തീപിടുത്തത്തിന്റെ വാർത്തകളാണ് പ്രധാനമായും നൽകേണ്ടി വരുന്നത്. ഇന്നലെ രാത്രി ഏറെ വൈകി ഏകദേശം 10:00 കുന്നംകുളത്ത് ഇതുപോലൊരു തീപിടുത്തമുണ്ടായി, വലിയ നാശനഷ്ടം ഉണ്ടായി. അതിന്റെ തുടർച്ച എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഇരിഞ്ഞാലക്കുടയിലാണ് ഉണ്ടായിരിക്കുന്നത്. ഇരിഞ്ഞാലക്കുട ജനറൽ ആശുപത്രിയിലെ ക്യാൻറ്റീന് മുകളിൽ നിന്നാണ് ഒരു പുലർച്ചെ 1:30 1:15 ഇടയ്ക്കിൽ തീ പടരുന്നത് നാട്ടുകാർ കാണുന്നത്. പിന്നീട് ഫയർഫോഴ്സ് യൂണിറ്റിനെ വിളിക്കുന്നു. ചാലക്കുടിയിലെ ഇരിഞ്ഞാലക്കുടയിലും ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി തീ അണയ്ക്കാൻ ശ്രമിക്കുന്നു. ഇതിനിടയിൽ ക്യാൻറ്റീൻ്റെ വാതിൽ ചവിട്ടി തുറന്ന് പൊളിച്ച് അകത്ത് കടന്ന് അതുപോലെ തന്നെ ഗ്യാസിൻ്റെ കണക്ഷനൊക്കെ വിടിയിച്ച് മാറ്റിയതുകൊണ്ടാണ് വലിയ ദുരന്തം ഒഴിവായത്. ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇരിഞ്ഞാലക്കുട ആശുപത്രിയുടെ സമീപത്തുള്ള ക്യാൻറ്റീനിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. അവിടെ വലിയ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ എന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ പെട്ടെന്ന് തന്നെ തീ നിയന്ത്രിക്കാനായതാണ് വലിയ ആശ്വാസമായത്. സ്വാഭാവികമായും കാറ്റൊക്കെ നന്നായിട്ട് രാത്രി വീശുന്ന സമയമാണ്. തൃശ്ശൂരിലേക്ക് നല്ല കാറ്റിൻ്റെ സമയമാണ്. അതുകൊണ്ട് തന്നെ തീ പെട്ടെന്ന് പടരാനുള്ള സാഹചര്യം കൊണ്ടായിരുന്നു. പക്ഷേ ഫയർഫോഴ്സ് യൂണിറ്റുകൾ കൂടുതലെത്തി തീ പെട്ടെന്ന് തന്നെ അടയ്ക്കാൻ കഴിഞ്ഞത് വലിയ ആശ്വാസമായി, വലിയ ദുരന്തം ഒഴിവായി എന്ന് തന്നെ പറയേണ്ടി വരും അരുൺകുമാർ. ഓക്കെ, താങ്ക് യു. ജെയ്സനാണ് വിവരങ്ങൾ നൽകിയത്. ഇത്തരം അപകടങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് പ്രത്യേകം സൂക്ഷിക്കുക. ഈ ഗ്യാസ് സിലിണ്ടറിൻ്റെ അടുത്തേക്കൊക്കെ തീ പടർന്നിരുന്നെങ്കിൽ എന്താകുമായിരുന്നു, എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. അടുത്തിടെയായിട്ട് തീപിടുത്തങ്ങളുടെ വാർത്തകളൊക്കെ കൂടുന്നുണ്ട്. കുറച്ചുകൂടിയൊക്കെ ജാഗ്രത വേണം തുറസായ സ്ഥലങ്ങളിൽ.